അക്ഷയതൃതീയയ്ക്ക് സ്വർണം മേടിക്കുന്നത് പോലെ എന്തും എയർ ഫ്രയറിൽ കഴിച്ചാൽ നല്ലതാണ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ട്രിക്കാണ്. കോട്ടയത്ത് 5 കൊല്ലം മുമ്പ് ഒരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ നിന്ന് പുതിയ എണ്ണ, പാക്കറ്റ് പൊട്ടിച്ച എണ്ണ ഉപയോഗിക്കും. ആ എണ്ണ വൈകിട്ടാകുമ്പോൾ ആ ഹോട്ടലുകാർ വേറൊരു ബേക്കറിക്ക് കൊടുക്കും. നെക്സ്റ്റ് ഡേ ആ ബേക്കറിയിൽ ആ എണ്ണ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഡേ ബേക്കറിയിൽ നിന്ന് അതൊരു ബജ്ജിക്കടയ്ക്ക് കൊടുക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ ബജ്ജിക്കടയിൽ ആ എണ്ണ യൂസ് ചെയ്യും. ഇപ്പം നടന്ന സംഭവമാണ്. അപ്പോൾ ഈ വറുത്തു പൊരിച്ച സംഭവങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ അത്രയും പ്രശ്നമാണ്. 8 സെക്കൻഡിനിടയിൽ ഒരാൾ ഡയബറ്റിക് വന്ന് മരിക്കുന്നുണ്ട്. ഈ ഡയബറ്റിക് ഉണ്ടാവുന്ന കാരണങ്ങളിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ത്? ഡോക്ടർ, എനിക്ക് ഡയബറ്റിക് ആണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അവിടം കൊണ്ട് അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുത്തിട്ട് അത് അവസാനിപ്പിക്കുക. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റിക് ഉണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ്, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഡയബറ്റിക് ആയത് നമ്മൾ കാരണം. പൊറോട്ടയും പഞ്ചസാരയും കഴിക്കുന്നവരെ ഞങ്ങൾ ഉണ്ടല്ലേ. ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് കോമ്പിനേഷൻ. പഞ്ചസാര ഇസ് എ വൈറ്റ് പോയിസൺ. ഷുഗർ എന്ന് വരുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെള്ള പഞ്ചസാര മാത്രമല്ല എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അരി. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന അനിയനാണ് ഗോതമ്പ്. ഒരു ബൗള് ചോറ് ഒഴിവാക്കിയിട്ട് 6 or 7 ചപ്പാത്തി കഴിച്ചാൽ സംതിങ് ഈക്വലാണ്. അപ്പോൾ അരി ഒഴിവാക്കണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ ഡയബറ്റിക്കിൽ ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായിട്ട് ഇൻസുലിൻ എടുക്കുന്നവരെ നമുക്ക് ഇൻസുലിൻ ഒഴിവാക്കി മെറ്റ്ഫോർമിനിലേക്ക്, മരുന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിലില്ലാതെ ജീവിക്കാൻ പറ്റും മനുഷ്യന്. ഗ്ലൂട്ടാത്തയോൺ എന്തിനാണ്? സ്കിൻ വൈറ്റനിങ്. ഗ്ലൂട്ടാത്തയോൺ ഏറ്റവും നല്ല ലിവർ ക്ലീൻ ചെയ്യാനുള്ള സാധനമാണ്. ലിവർ ക്ലീൻ ആകുമ്പോൾ നിങ്ങളുടെ മുഖം വെളുക്കുന്നതാണ്. അല്ലാതെ മുഖം വെളുക്കുമ്പോൾ ലിവർ വെളുക്കുന്നതല്ല. ലേറ്റ് നൈറ്റ് ക്രേവിങ്സ് അതിപ്പോൾ ഭയങ്കര ഒരു ട്രെൻഡ് ഉണ്ട്. ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? 4 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം ജീവിക്കാൻ പറ്റും? എത്രമാത്രം ഹെൽത്തി ആയിരിക്കും നിങ്ങൾ? എത്രമാത്രം മൈൻഡ് പീസ്ഫുൾ ആയിരിക്കും? ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 7 മണിക്ക് മുമ്പ് ഡിന്നർ കഴിച്ചാൽ ആ ഡിന്നർ ലൈറ്റ് ആണെങ്കിൽ ഡൈജഷൻ പ്രോപ്പർ ആയിരിക്കും. ജിമ്മിൽ പോകുന്ന എല്ലാവരും പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ടേ മുന്നോട്ട് പോകാവുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ബോഡിക്ക് അത് നീഡഡ് ആണ് എന്നുണ്ടെങ്കിൽ, അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ പൗഡർ പറയാറുണ്ട്. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ കണ്ടീഷനാണ്. വിറ്റാമിൻ B12 ആവശ്യമാണോ, അയൺ ആവശ്യമാണോ, അത് ഏതാണോ നമ്മളുടെ ശരീരത്തിന് ആവശ്യം, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അത് ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഒരു ബ്യൂട്ടി കോൺഷ്യസിന് വേണ്ടിയോ ഒരു വീഡിയോ കണ്ടോ തീരുമാനിക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ സപ്ലിമെൻറ്റ്സ്. ലിമിറ്റേഷൻസ് ഉള്ളപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളും പറയുന്നതാണ് വൈറ്റമിൻസ് എടുക്കാൻ. പക്ഷേ അതൊരു കോമൺ സ്റ്റേറ്റ്മെൻ്റ് അല്ല. വൈറ്റമിൻ D 50 ഉള്ളവന് വീണ്ടും വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് എടുത്താൽ അതിനൊരു ടോക്സിഫിക്കേഷൻ ആവും. അപ്പം ഞാൻ പറയുന്നത് പോലും നിങ്ങൾ അടുത്തുള്ളൊരു ഡോക്ടറെ പോയി ചെക്ക് ചെയ്യും. ഞാൻ പറയുന്നതിനകത്ത് ഇതുണ്ടോ എന്നുള്ളത്. ദെൻ യു ഡിസൈഡ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ഗൈസ്. സോ നമ്മളൊക്കെ ഇപ്പം കേരളത്തിൽ ഉള്ള ആൾക്കാരുടെയൊക്കെ പൊതുവെ പറയുന്ന ഒരു ടാഗാണ് കുഴിമന്തിയെ പ്രണയിച്ചവൻ എന്നൊക്കെ. ഇപ്പോൾ ഈ കുഴിമന്തിയൊക്കെ പ്രണയിക്കാൻ നിന്നാൽ ഈയിടെയായിട്ട് അങ്ങനെ പ്രണയിച്ചവർക്ക് ഒരു ചെറിയൊരു പണി കൊടുത്ത ഒരാളാണ് എൻ്റെ കൂടെ എന്നുള്ളത്. നമ്മുടെ കൂടെ എന്നുള്ളത് ആത്മ വെൽനെസ്സിൽ നിന്നും ഡോക്ടർ അഭിജിത്ത് കർമ്മ. നമസ്കാരം. വെൽക്കം. താങ്ക് യു. ഡോക്ടർ, ഞാൻ ആദ്യം തന്നെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ഹൃദയം തകരുന്ന ഒരു സംഭവമായിരുന്നു ഡോക്ടർ പറഞ്ഞ കേട്ടപ്പോൾ. അത് കേട്ടിട്ടുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതുപോലെ ആർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കുഴിമന്തി എന്ന് മാത്രമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. കുഴിമന്തിയും മറ്റനേകം സംഭവങ്ങളുണ്ട്. അവിടെയും നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ അതൊക്കെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. ഇത് ട്രഡീഷണലായിട്ട് ഇതൊക്കെ ഉണ്ടായ സ്ഥലത്ത് ഇതിനൊക്കെ ഒരു ഒറിജിൻ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ളതല്ല. ഇത് ഏത് രാജ്യത്താണോ ഉള്ളത് അവിടുത്തെ ഒറിജിൻ എന്നുള്ളത്. ഇത് തുടക്കത്തിൽ വളരെ ഹെൽത്തി ആയിട്ട് അവരുണ്ടാക്കിയതാണ്. പിന്നീട് കുറേ പർപ്പസുകളുണ്ട്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസ് ഉണ്ടാവാം. അതിൽ പല പർപ്പസുകൾ. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ, ഇപ്പോൾ മണി കുറയ്ക്കാൻ വേണ്ടി, അപ്പോൾ അതിനകത്ത് ഓയിലിൻ്റെ യൂസേജ്, അങ്ങനെ പല ഇഷ്യൂസ് വന്നിട്ടാണ് ഇതൊരു വളരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള സംഭവമായി മാറുന്നത്. പിന്നെ നമ്മൾ അതിനെ എന്തിനാണ് ഫോക്കസ് ചെയ്തത്? നമ്മൾ എഗെയിൻ അതിലേക്ക് എന്തിനാണ് നമ്മളുടെ ഫോക്കസ് പോയത്? അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട വിഷയമായി പറഞ്ഞത് എന്തിനാണ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കലൂരിൽ നിന്ന് നമ്മൾ പാലാരിവട്ടം വരെ പോകുമ്പോൾ, അല്ലെങ്കിൽ വൈറ്റിലേന്ന് നമ്മൾ കലൂർ വരെ വരുമ്പോൾ എന്തിനേക്കാളും കൂടുതൽ കുഴിമന്തി കടയാണ്. അതെ അല്ലേ? അപ്പോൾ അവിടുത്തെ എല്ലാത്തിനേക്കാളും പിന്നെ ഉള്ളത് എന്താണ്? ഹോസ്പിറ്റൽസാണ്. സോ ഇറ്റ് ഈസ് ഇൻ്റർ കണക്റ്റഡ് ആണ്. സോ ഇത് ആരുണ്ടാക്കുന്നതാണ് ബേസിക്കലി? എന്താണ് നമ്മളുടെ വിഷയം? ഇപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞാണ്, നമ്മൾ കോവിഡ് കഴിഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? കോവിഡിന് ശേഷം ഒരു പോസ്റ്റ് കോവിഡ് യുഗത്തിലൂടെ നമ്മളെല്ലാം കടന്നു പോവാണ്. കോവിഡ് എന്നുള്ള സംഭവം, COVID-19, അത് എത്ര ശതമാനമാണ് നമ്മളുടെ മരണനിരക്ക് എന്നറിയോ? എനി ഐഡിയ യു ഹാവ്? കോവിഡിൻ്റെ മരണനിരക്കെന്ന് പറഞ്ഞാൽ 3.9, 4 താഴെയാണ്. അതായത് 100 പേരിൽ വരുമ്പോൾ 3-4 പേരാണ് മാക്സിമം
അവർക്ക് മരിക്കുന്നത്. അതെ, യുനോ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസാണ് നമ്മൾ ഇതിലൂടെയൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു പ്രത്യേകത, കോവിഡ് വന്നപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ മാസ്ക് ഇട്ടു, നമ്മൾ വാക്സിനേഷൻ എടുത്തു, നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്തു, നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ, കാരണം ആ ഒരു സംഭവത്തിൽ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി ചെയ്തു. ശരിക്കും നിങ്ങൾ പറ, അതൊക്കെ ചെയ്തപ്പോൾ നമുക്ക് കോവിഡ് വരാതിരുന്നിട്ടുണ്ടോ? ഇല്ല, അതിനെയും താണ്ടി വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണുന്നതിന് 8 സെക്കൻഡിനിടയിൽ ഒരാൾ ഡയബറ്റിക് വന്ന് മരിക്കുന്നുണ്ട് ലോകത്ത്. കേരളത്തിൽ 3 പേരിൽ ഒരാൾക്ക് ഡയബറ്റിക് ഉണ്ട്. ഇന്ത്യയിൽ 5 പേരിൽ ഒരാൾക്ക് ഡയബറ്റിക് ഉണ്ട്. ഈ ഡയബറ്റിക് ഉണ്ടാവുന്ന കാരണങ്ങളിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ത്? റോങ് ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. കോവിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് 100% നമ്മുടെ കൺട്രോളിലാണ്. നമ്മുടെ കൺട്രോളില്ലാത്ത കോവിഡിന് വേണ്ടി നമ്മൾ അത്രയും പ്രിക്കോഷൻസ് എടുത്ത മലയാളി അല്ലെങ്കിൽ മനുഷ്യർ നമ്മുടെ കയ്യിൽ 100% കൺട്രോളിലുള്ള കാര്യങ്ങളെപ്പറ്റി ബോധേഡ് അല്ല. അതിന് അവന് മനസ്സിലാവുന്ന ഭാഷ, ഇപ്പോൾ കുഴിമന്തിയും ഷവർമയാണെങ്കിൽ അത് പറയുക എന്നുള്ളതേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് എ തിങ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കൺട്രോളിൽ നിൽക്കാവുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ കൺട്രോളിൽ നിർത്താൻ, നമുക്ക് നിയന്ത്രിക്കുന്നിടത്ത് നിയന്ത്രിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിതെല്ലാം അടച്ചു പൂട്ടണമെന്നോ നിങ്ങൾ ഇനി കണ്ടാൽ തിരിഞ്ഞ് നടക്കണമെന്നോ ഇനി ജീവിതത്തിൽ തുടരുതെന്നോ പറഞ്ഞ ആളല്ല ഞാൻ. മറിച്ച് അത് ശീലമാവരുത് എന്നാണ്. നമ്മളുടെ ഡെയിലി ലൈഫിൽ അവിഭാജ്യ ഘടകമായി അത് വരരുത് എന്നാണ്. അത് വളരെ ക്ലിയറാണ്. അത് ഷവർമ, കുഴിമന്തി മാത്രമല്ല, നമ്മളുടെ ലൈഫിൽ നമ്മൾ കഴിച്ചു പോകുന്ന കുറേയധികം സംഭവങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് അൺഫോർച്ചുനേറ്റ്ലി. ഇപ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് നമ്മൾ അടുത്തിടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 5 വർഷ കാലയളവിലൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ശരിക്കും ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ആ കാറ്റഗറിയിൽ വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ. നമുക്ക് വേറെ ആർക്കും ക്രെഡിറ്റ് കൊടുക്കണ്ട, നമ്മുടെ സ്വന്തം ക്രെഡിറ്റാണ്. ഒരു എളുപ്പ വഴിയുണ്ട്. എന്താ പറയുക, ഇപ്പോൾ ഡയബറ്റിക് ഉള്ള ഒരാൾ വന്നിരിക്കുമ്പോൾ പറയുന്നൊരു ഏറ്റവും എളുപ്പമുള്ള സംഭവം എന്താ പറയുക? ഡോക്ടർ, എനിക്ക് ഡയബറ്റിക് ആണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അവിടം കൊണ്ട് അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുത്തിട്ട് അത് അവസാനിപ്പിക്കുക. അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്നത് അതൊരു റിസ്ക് ഫാക്ടറാണ്. ദാറ്റ് ഇസ് എ റിസ്ക് ഫാക്ടർ. ദർ ഇസ് എ ചാൻസ്. അതൊരു റീസൺ അല്ല. അതിന് ഒത്തിരി വ്യത്യാസമുണ്ട്. ചാൻസും റീസണുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റിക് ഉണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ്, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഡയബറ്റിക് ആയത് നമ്മൾ കാരണമാണ്. ഇത് ഡയബറ്റിക് ആയിക്കോട്ടെ, ഹൈ കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഫാറ്റി ലിവർ ആയിക്കോട്ടെ, സ്ത്രീകൾക്കുള്ള PCOD, PCOS ആയിക്കോട്ടെ, നമ്മൾ ചുറ്റും കാണുന്ന ഒരു 80% കാര്യങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി, നമ്മുടെ ജീവിതശൈലി മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി, സ്കിൻ ഡിസീസുകൾ, ഇതെല്ലാം ലൈഫ് സ്റ്റൈലിൽ നിന്ന് വരികയാണ്. നമ്മളുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹോസ്പിറ്റലിൽ കോട്ടയത്ത് ഞാൻ ഫാർമസി എന്ന ബോർഡ് വെച്ചിരിക്കുന്നത് എൻ്റെ കിച്ചൻ്റെ ഫ്രണ്ടിലാണ്. എൻ്റെ കിച്ചൻ്റെ ഫ്രണ്ടിലാണ് ഫാർമസി എന്ന് ബോർഡ് വെച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള 3 അമ്മമാരാണ്. ആ അമ്മമാരുണ്ടാക്കി തരുന്ന ഭക്ഷണമാണ് എൻ്റെ മരുന്ന്, എൻ്റെ പേഷ്യൻസിന്, എൻ്റെ അവിടെ വരുന്ന ആളുകൾക്കുള്ള മരുന്ന്. സോ ആ ലൈഫ് സ്റ്റൈൽ ഡിസീസിനകത്ത് വരുന്ന ഏത് സംഭവത്തെയും നമുക്ക് ഓവർകം ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റിലൂടെയാണ്. ഏറ്റവും പ്രധാനം ഫുഡിലൂടെയാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്കതിനെ പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെറ്റാണ്. പക്ഷെ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഡയബറ്റിക്കിൽ ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായിട്ട് ഇൻസുലിൻ എടുക്കുന്നവരെ നമുക്ക് ഇൻസുലിൻ ഒഴിവാക്കി മെറ്റ്ഫോർമിനിലേക്ക്, മരുന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത് നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ വലിയ വ്യത്യാസമാവണമെന്നില്ല. ദിവസവും ഇൻസുലിൻ എടുക്കുന്നവന് അത് വലിയൊരു അനുഭവമാണ്. അതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഡയബറ്റിക്, ഹൈ കൊളസ്ട്രോൾ, BP, ഫാറ്റി ലിവർ, സ്കിൻ ഡിസീസ്, സോറിയാസിസ്, നമ്മളീ പറഞ്ഞ PCOD, PCOS, ഗ്യാസ്ട്രൈറ്റിസ്, ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസാണ്. ഷുഗർ കഴിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓവർ സ്വീറ്റ് കഴിക്കുന്നത് കൊണ്ടാണ് ഡയബറ്റിക്സ് വരുന്നത് എന്നുള്ളൊരു പെർസെപ്ഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും ശരിയാണോ? ആണല്ലോ. ഷുഗർ കഴിക്കുന്നതുകൊണ്ടാണ് ഡയബറ്റിക് വരുന്നത് എന്നുള്ള പ്രശ്നം ശരിയാണ്. ഷുഗർ എന്ന് വരുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെള്ള പഞ്ചസാര മാത്രമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഷുഗർ കഴിക്കുന്നത് ദർ ഇസ് എ ഹൈ ചാൻസ്. അത് മാത്രമല്ല, ഹൈ കാർബാണ് നമ്മളുടെ ഫുഡ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അരി. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന അനിയനാണ് ഗോതമ്പ്. അപ്പോൾ കാരണം നമ്മൾ ഈ ചില ഡയബറ്റിക് പേഷ്യൻസ് വന്നിട്ട് എന്നോട് പറയും, ഡോക്ടർ ഞാൻ ചോറ് ഒഴിവാക്കി, ഞാൻ കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ചപ്പാത്തിയാണ് കഴിക്കുന്നത്, പക്ഷേ എനിക്ക് ഷുഗറിൽ, ഡയബറ്റിക്കിലൊരു കുറവുമില്ല എന്ന് പറയും. ഇപ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് ഒരു 83% ആണ് ഗ്ലൂക്കോസിൻ്റെ അളവ് റൈസിലുള്ളതെങ്കിൽ 77 സംതിങ് ലൈക്ക് ദാറ്റ് വീട്ടിലുണ്ട്. അപ്പോൾ ഒരു ബൗൾ ചോറ് ഒഴിവാക്കിയിട്ട് 6-7 ചപ്പാത്തി കഴിച്ചാൽ സംതിങ് ഈക്വലാണ്. അപ്പോൾ അരി ഒഴിവാക്കണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ എപ്പോഴും അരി കഴിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സൈഡ് എഫക്ട്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ഡയബറ്റിക്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചർ എടുത്തോളൂ. അതിനകത്ത് എല്ലാത്തിനകത്തും നമുക്ക് അരിയുണ്ട്. ഈ ലൈഫ് സ്റ്റൈൽ ഉള്ളപ്പോൾ ഇവിടെ ആരോഗ്യം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പണിയെടുക്കുമായിരുന്നു. നമ്മുടെ അമ്മമാർക്ക് വീട്ടിൽ പണിയുണ്ടായിരുന്നു. അവിടുത്തെ പുരുഷന്മാർക്ക് വെളിയിൽ ശാരീരിക അധ്വാനം കൂടുതലായിരുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഒരു പക്ഷേ ഇതൊക്കെ അവർക്ക് കഴിക്കുമെങ്കിലും ആ കലോറിയൊക്കെ അവർ ബേൺ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നുമില്ല. അപ്പോഴാണ് ഈ ഡയബറ്റിക് നമ്മളുടെ ജീവിതത്തിലൊരു നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമായി മാറുന്നത്. അരിയാഹാരം അല്ലെങ്കിൽ ചോറ്, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ ഡയറ്റിൽ? ഇതിനകത്ത് ഒഴിവാക്കണം എന്നല്ല കേട്ടോ, ഇത് ഒഴിവാക്കണം എന്നല്ല, നമുക്ക് കുറയ്ക്കാൻ പറ്റും. ക്വാണ്ടിറ്റി ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു ലഞ്ചിൽ തോരൻ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്താ കഴിക്കുന്നത്? ചോറും തോരനും ഒരു കറിയും. അതാണല്ലോ ബേസിക്കലി നമ്മുടെ ഫുഡിലുണ്ടാകുന്ന ഒരു പ്ലേറ്റിലുണ്ടാകുന്ന സംഭവം. അപ്പോൾ ചോറിനോടൊപ്പം തന്നെ തോരൻ വരണം അതേ ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ കുറച്ച് സാലഡ്സ്, ഇതൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ ഹെൽത്തി ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടുണ്ട് ഇല്ലേ, ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആക്കണം എന്ന് പറഞ്ഞു. പുട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഇപ്പോൾ ചിരട്ടപ്പുട്ട് എന്ന് വിചാരിച്ചു. ചിരട്ടപ്പുട്ടിന് തേങ്ങയിട്ടിട്ട് കുറച്ച് അരിപ്പൊടി ഇടുക, അല്ലെങ്കിൽ ചെമ്പ എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടുക, പിന്നെ കുറച്ച് അരിപ്പൊടി ഇടുക, പിന്നെ കുറച്ച് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിടുക. സോ ഇറ്റ്സ് എ ഹെൽത്തി പുട്ട് അല്ലേ? ഇപ്പോൾ പുട്ട് കഴിച്ചിട്ടുണ്ട്. അത് ഹെൽത്തി ആക്കാൻ പറ്റുമോ? കാണാനും ഭയങ്കര രസമാണ്. ചുമലയും വെള്ളയും ഓറഞ്ചും എല്ലാം കൂടി ആകുമ്പോൾ ഒരു നല്ല രസമാണ് കാണാനും. അത് അങ്ങനെ നമ്മളുടെ ഓരോ ഫുഡും നമുക്ക് ഹെൽത്തി ആക്കാൻ പറ്റും അല്ലേ? നമ്മൾ ഇന്ന് വരെ കഴിച്ച എല്ലാ ഫുഡും ഒഴിവാക്കി പട്ടിണി കിടക്കണമെന്നൊന്നും അഭിപ്രായം ആർക്കും ഇല്ല. പക്ഷെ നമ്മൾ കഴിക്കുന്ന നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളെയും എങ്ങനെ ഹെൽത്തി ആക്കാം. ഉദാഹരണമാണ് പുട്ടിൻ്റെ കാര്യം പറഞ്ഞത്. അങ്ങനെ ഓരോ കാര്യങ്ങളെയും നമുക്ക് ഹെൽത്തി ആക്കി മാറ്റാൻ പറ്റിയാൽ മതി, അല്ല ഇതെല്ലാം ഉപേക്ഷിക്കണമെന്നല്ല. ഇപ്പം ഡോക്ടർ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് നമ്മുടെ മലയാളീസിൻ്റെ ഫുഡ് ഹാബിറ്റിൽ ഏറ്റവും വേഴ്സ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ട്രഡീഷൻ്റെയോ നമ്മുടെ കൾച്ചറിൻ്റെയോ ഭാഗമായിട്ട് ഒന്നും തെറ്റില്ല. നമ്മളുടെ മടിയുടെ ഭാഗമായിട്ട് വന്ന തെറ്റുകളെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലുള്ളൂ. കാരണം ലോകത്ത് നമ്മുടെ രോഗങ്ങൾക്ക് പരിഹാരമായിട്ട് ഫുഡ് തന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്ഥലം ഇന്ത്യയിലെ കിച്ചണാണ്. നിങ്ങൾക്ക് ജലദോഷം വരുമ്പോൾ എന്ത് രീതിയിലുള്ള കട്ടൻ ചായയാണ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ അമ്മമാർക്ക് അറിയായിരുന്നു. നിങ്ങൾക്ക് പനി വരുമ്പോൾ ഏത് കഞ്ഞിയാണ് തരേണ്ടത് നമ്മുടെ അമ്മമാർക്ക് അറിയായിരുന്നു. യു ട്രാവൽ ഓൾ ഓവർ ദ വേൾഡ്, അത് ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ്. സോ അതുകൊണ്ട് കൾച്ചർ വെച്ചോ നമ്മളുടെ ട്രഡീഷൻ വെച്ചോ നമുക്ക് വേഴ്സ്. ഇപ്പം ഞാൻ പറയാം, എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നതെന്നറിയോ? പഞ്ചസാരയില്ലേ, പഞ്ചസാര മലയാളിക്ക് എന്തിൻ്റെയും കൂടെ കഴിക്കാവുന്ന കോംബോയാണ്. പഞ്ചസാര ദോശയുടെ കൂടെ കഴിക്കും, പഞ്ചസാര പുട്ടിൻ്റെ കൂടെ കഴിക്കും, പൊറോട്ടയും പഞ്ചസാരയും കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ടല്ലേ? കഴിക്കാറുണ്ട്. ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് കോമ്പിനേഷൻ. പൊറോട്ടയും പഞ്ചസാര, എന്തിൻ്റെയും കൂടെ പഞ്ചസാര ഇസ് എ വൈറ്റ് പോയിസൺ അല്ലേ? അതിനെ എന്തിൻ്റെയും കൂടെ ചേർക്കും നമ്മൾ, അപ്പം തന്നെ നമ്മുടെ കാര്യം ഗതിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് കോമ്പിനേഷൻ ആക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ ഐഡിയലി ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം തേങ്ങാ ചമ്മന്തി വളരെ നല്ല സാധനമാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നറിയോ? ഒരു പുഴ പോലെയാക്കും ചമ്മന്തിനെ, എന്നിട്ട് അതിൻ്റെ എല്ലാ ഗുണവും കളയും. നേരെ മറിച്ച് ആ ചമ്മന്തി വലിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് നമ്മുടെ ഫുഡിൽ വന്നാൽ നല്ലതാണ്. കോക്കനട്ട് വളരെ നല്ലതാണ്. അതിനെ ഇപ്പം ഞാൻ പറഞ്ഞ വേസ്റ്റ് കോമ്പിനേഷനെ പറയുന്നേക്കാളും നല്ലത് നല്ല കോമ്പിനേഷനുകൾ കൂടുതൽ വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ചെറുപയർ വേവിച്ചതും പുട്ടും നല്ല കോമ്പിനേഷനാണ്. ഒരു ഈ പറഞ്ഞതുപോലെ ഹെൽത്തി ആയിട്ട് ഇപ്പം നീർദോശ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീർദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ദോശയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല കട്ട ചമ്മന്തി നല്ലതാണ്. അങ്ങനത്തെ നല്ല കോമ്പിനേഷനെ പറ്റി പറയുക. വേസ്റ്റ് ഇതാണ്, പഞ്ചസാര എന്തിൻ്റെയും കോംബോ ആയിട്ട് വരുന്നതൊക്കെ നമുക്ക് ഭയങ്കര പേടിയാണ്. വേസ്റ്റ് എന്നുള്ളത് ശരിയാണെന്ന് അറിയത്തില്ല, അവൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയേ ഉള്ളൂ. അത് അല്ലാതെ ഞാൻ നശിച്ചു പോട്ടെ എന്ന് ആഗ്രഹിച്ചാരും ചെയ്യാൻ സാധിക്കില്ല. ഈ ലേറ്റ് നൈറ്റ് ക്രേവിങ്സ് അല്ലെ ലേറ്റ് നൈറ്റ് ഫുഡിങ്, ആ ഒരു ഹാബിറ്റ് അതിപ്പോൾ ഭയങ്കര കൂടി വരുന്ന പോലെ ഒരു ട്രെൻഡ് ഉണ്ട്. അതിന് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് വളരെ മോശമാണ്, നമുക്ക് തന്നെ അറിയാം. അത്രേ ഉള്ളൂ എൻ്റെ അഭിപ്രായം. അത് വേറെ അഭിപ്രായം എനിക്കില്ല. ഇപ്പം ഞാൻ ഇന്നലെ
ഒരു ലോങ് ജേർണി കഴിഞ്ഞിട്ട് ഞാൻ രാത്രി നിയർലി 1 o'clock തിരിച്ചു വന്നത്. കളമശ്ശേരിയിലുള്ളൊരു ഷോപ്പിൽ 24 hours ഫുഡുണ്ട് എന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ആരും എന്നോട് പറഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ ഡ്രൈവർ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഫുഡുണ്ട്, നിങ്ങൾക്ക് അത്രയും വിശപ്പാണെങ്കിൽ അവിടെ പോയി കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അയാൾ എന്നോട് തിരിച്ചിറങ്ങിയിട്ട് പറഞ്ഞു, ഇല്ല ഡോക്ടർ ഇവിടെ ഫുഡില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 24 hours ഉള്ള കടയാണ്. അപ്പം പുള്ളിയോട് ചോദിച്ചാൽ ഇങ്ങനെ തീരുന്നേ, അവർ രാവിലെ ഒരു 8 മണി വരെ ഉണ്ടാക്കി വെച്ച ഫുഡാണ്, പക്ഷെ രാത്രിയിൽ ഭയങ്കരമായിട്ടൊരു തിരക്ക് വന്നിട്ട് ആ ഫുഡ് മുഴുവൻ തീർന്നു, ഇനി 1-2 എന്തോ കറി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇത് ഹോട്ടലുകാരുടെ പോലും പ്രതീക്ഷകൾക്കപ്പുറത്ത് നമ്മൾക്ക് ആർത്തി വരുന്നൊരു കാലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ അത് വളരെ കോമൺ ആണ്. അത് ഹെൽത്തി അല്ലെന്ന് കഴിക്കുന്നവർക്കും ഫുഡ് വിളമ്പുന്നവർക്കും അത് കണ്ടു നിൽക്കുന്നവർക്കും വീഡിയോ ഇടുന്നവർക്കും വീഡിയോയിൽ ലൈക്ക് ചെയ്യുന്നവർക്കും ചോദിക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും അറിയാം. അതിനകത്ത് പ്രത്യേക ഒരു സ്റ്റേറ്റ്മെൻ്റ് ആവശ്യമില്ല. അഗെയിൻ മനുഷ്യൻ നന്നാവാൻ തീരുമാനിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് നന്നാവുക എന്ന് പറഞ്ഞാൽ സ്വന്തം ആരോഗ്യത്തെപ്പറ്റി ബോധമുള്ളവരായി മാറുന്നൊരു ജനറേഷൻ വരിക എന്നുള്ളതേ ഉള്ളൂ. അവർ ഭയങ്കര കൺസേൺ ആണ് കേട്ടോ. ഇപ്പം ജിമ്മ് അല്ലേ, ഇപ്പോൾ ജിമ്മ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ കഴിഞ്ഞിട്ട് എനിക്കറിയാം എത്രയോ ആളുകൾ വളരെ ഹെൽത്തി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ റെഡിയായി വന്നവരുണ്ട്. എനിക്കൊരു നിയർലി ആ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു 300-400 ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ വന്നതെല്ലാം ടീനേജ് ഗേൾസാണ്. ഒരു 30 years ബിലോ ഉള്ള ഗേൾസാണ്. PCOSൻ്റെ വിഷയമാണ്. അവർ ഫോളോ ചെയ്യാൻ റെഡിയാണ്. കുറേയൊക്കെ നമുക്ക് ഇതിൻ്റെ അവയർനെസ് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ട് കംഫർട്ട് സോണും ഹെൽത്തും തമ്മിൽ വലിയ അന്തരമുണ്ട് ഇപ്പോൾ. ടേസ്റ്റും ഹെൽത്തും തമ്മിലൊക്കെ വലിയ ദൂരമുണ്ട് ഇപ്പോൾ. ഇതിങ്ങനെ ദൂരമൊന്നും ഇല്ല നമുക്ക് ശരിക്കും. ടേസ്റ്റും ഹെൽത്തും ഒക്കെ വളരെ അടുത്ത് നിൽക്കുന്ന സംഭവമാണ്. അതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ കാഴ്ചപ്പാട് എന്ന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ആ കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാക്കുക എന്നാണ് ബേസിക്കലി ചെയ്യാൻ പറ്റുന്നത്. ഈ നൈറ്റ് ഫുഡൊക്കെ കുറച്ചിട്ട് ഒഴിവാക്കുക. ഈ ഡയറ്റിൽ നമ്മൾ യൂഷ്വലി കേട്ടിട്ടുള്ള സംഭവമാണ് 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് മുന്നേ ഡിന്നർ, അല്ലെങ്കിൽ ആ ലേറ്റ് ഡിന്നർ ഒഴിവാക്കുക എന്നുള്ള സംഭവം. ശരിക്കും ഈ അല്ലെങ്കിൽ ചിലർ പറയും ഡിന്നർ വേണ്ട, ഡിന്നർ തന്നെ കട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ശരിക്കും നമ്മൾ അത് ഫോളോ ചെയ്താൽ നല്ലൊരു കാര്യമായിരിക്കുമോ, ഡിന്നർ ഒഴിവാക്കുക എന്നുള്ളൊരു? ഐഡിയലി ഒരു 7 മണിക്ക് മുമ്പ് ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ് ഐഡിയൽ വേ. ദാറ്റ് ഈസ് ട്രൂ. അത് നമ്മുടെ ശരീരത്തിൽ റെസ്റ്റ് വേണ്ട അവയവങ്ങളുമുണ്ട്, റെസ്റ്റ് വേണ്ടാത്ത അവയവങ്ങളുമുണ്ട്. ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങണം? 8 hours. അങ്ങനെ അല്ലേ? 8 hours ഉറങ്ങിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ടയേർഡായിട്ട് ഫീൽ ചെയ്യും, ഉറക്കം നിൽക്കുക ആ ദിവസം. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ റെസ്റ്റ് വേണ്ട അവയവങ്ങളും വേണ്ടാത്ത അവയവങ്ങളുണ്ട്. വേണ്ടാത്ത അവയവങ്ങളാണ് എന്ത്? ഹൃദയം. ഇതൊക്കെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അത് റെസ്റ്റ് എടുത്താൽ നമ്മുടെ പരിപാടി സെറ്റാവും. അപ്പോൾ റെസ്റ്റ് വേണ്ട അവയവങ്ങളുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഡൈജഷൻ പൂർത്തിയാവണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? 1 to 3 hours. അതൊരു 5 to 7 hours എടുക്കും. Okay, 5 to 7. അപ്പോൾ ഒരു മിനിമം എടുത്തു 5 hours നമ്മുടെ ഒരു ഫുഡ് ഡൈജസ്റ്റ് ആയാൽ. നമ്മൾ രാത്രിയിലൊരു 10 മണിക്ക് നിങ്ങളൊരു ഫുഡ് കഴിച്ചാൽ അതിൻ്റെ ഡൈജഷൻ തീരുമ്പോൾ വെളുപ്പിനെ 3 മണി 4 മണിയാവും. പിന്നെ രാവിലെ നമ്മൾ ഫുഡ് 8 മണിക്ക് കഴിച്ചാൽ അല്ലെങ്കിൽ 9 മണിക്ക് കഴിച്ചാൽ എന്ത് പറ്റും? നമ്മൾ അതിന് കൊടുക്കുന്ന റെസ്റ്റ് 3 മണിക്കൂർ 4 മണിക്കൂറാണ്. 4 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം ജീവിക്കാൻ പറ്റും? എത്രമാത്രം ഹെൽത്തി ആയിരിക്കും നിങ്ങൾ? എത്രമാത്രം മൈൻഡ് പീസ്ഫുള്ളായിരിക്കും? ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് 7 മണിക്ക് മുമ്പ് ഡിന്നർ കഴിച്ചാൽ ആ ഡിന്നർ ലൈറ്റ് ആണെങ്കിൽ ഡൈജഷൻ പ്രോപ്പറായിരിക്കും. നിങ്ങൾ ഉറങ്ങുന്നതിനോടൊപ്പം ശരീരത്തിന് പൂർണ്ണമായ റെസ്റ്റ് കിട്ടും. നെക്സ്റ്റ് ഡേ നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങളുടെ മോഷൻ ക്ലിയർ ആയിരിക്കും, നിങ്ങളുടെ എനർജി നന്നായിരിക്കും, നിങ്ങളുടെ ഡേ സൂപ്പറായിരിക്കും. അത് ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വരേണ്ട ഒരു ചേഞ്ചാണ്. അങ്ങനെ ചേഞ്ച് വരുമ്പോൾ ടോട്ടലി ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ് അനുഭവം. ഇപ്പോൾ ആൾക്കാർ ടിപ്സ് എടുക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ്. അങ്ങനെ ഞാൻ കുറച്ച് കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ പോപ്പുലർ ആയിട്ടുള്ള ട്രെൻഡ്സാണ്. പക്ഷേ ഇത് ഇൻ റിയാലിറ്റി ഇത് ശരിക്കും വർക്ക് ആവുന്ന സാധനമാണോ അല്ലയോ എന്നുള്ളത് ഡോക്ടർ പറയണം. ഓയിൽ നമ്മൾ പറയും അത് അമിതമായി ഉപയോഗിക്കുന്നത് അൺഹെൽത്തി ആണെന്നുള്ളത്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയർ ഫ്രയർ, എന്തും എയർ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ അത് ഹെൽത്തിയാണ് എന്നൊരു സംഭവം. അക്ഷയ തൃതീയയ്ക്ക് സ്വർണം മേടിക്കുന്നത് പോലെ എന്തും എയർ ഫ്രയറിൽ കഴിച്ചാൽ നല്ലതാണ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ട്രിക്കാണ്. അതിന് വിരോധമൊന്നുമില്ല പറയുന്നതിന്. പക്ഷേ ബെറ്ററാണ് പല കാര്യങ്ങളിലും. എണ്ണയ്ക്കകത്ത് കുറേ നേരം ഇട്ട് വറുത്ത് പൊരിച്ചെടുക്കുന്നതിനേക്കാളും പല കാര്യങ്ങളും ബെറ്ററാണ് എയർ ഫ്രയറിൽ. അതിനൊത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ, റീയൂസ് ചെയ്യുന്നു എണ്ണ. എനിക്കറിയാം, ഞാൻ കോട്ടയത്ത് നിന്നാണ്. ഞാനത് വളരെ ആധികാരികമായിട്ട് പറയുന്നതാണ്. കോട്ടയത്ത്
ഈ ഒരു 5 കൊല്ലം മുമ്പ് ഒരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ നിന്ന് പുതിയ എണ്ണ പാക്കറ്റ് പൊട്ടിച്ച എണ്ണ ഉപയോഗിക്കും. ആ എണ്ണ വൈകിട്ടാകുമ്പോൾ ആ ഹോട്ടലുകാർ വേറൊരു ബേക്കറിക്ക് കൊടുക്കും. നെക്സ്റ്റ് ഡേ ആ ബേക്കറിയിൽ ആ എണ്ണ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഡേ ബേക്കറിയിൽ നിന്ന് അതൊരു ബജ്ജിക്കടയ്ക്ക് കൊടുക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ ബജ്ജിക്കടയിൽ ആ എണ്ണ യൂസ് ചെയ്യും. ഇപ്പം നടന്ന സംഭവമാണ്. സോ ഈ വറുത്ത് പൊരിച്ച സംഭവങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ അത്രയും പ്രശ്നമാണ് ഒരു സമയത്ത്. ഈ ഉള്ള എല്ലാ ബേക്കറിയിലെ എല്ലാ ഹോട്ടലിലെയും വറുത്ത് പൊരിച്ചല്ല ഇങ്ങനെയാണെന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇങ്ങനെയും ട്രെൻഡുകൾ, ഇങ്ങനെയും സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സിനാരിയോയെ കമ്പയർ ചെയ്യുമ്പോൾ എയർ ഫ്രയർ പല കാര്യങ്ങളിലും ബെറ്ററാണ്. പക്ഷേ എങ്കിലും എന്താണ് കണ്ടൻറ്റ് എന്നുള്ളത് വളരെ അധികം പ്രധാനപ്പെട്ടതാണ്. ആ എയർ ഫ്രയറിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സാധനം എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഒന്ന്, എല്ലാ ഫിറ്റ്നസ് എൻതൂസിയാസ്റ്റും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പ്രോട്ടീൻ പൗഡർ എന്നുള്ളത്. അത് നമ്മൾ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ വേറൊരു ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ടൊരു സംഭവമാണ്. നമ്മുടെ ആക്ടർ ആയുഷ്മാൻ ഖുറാനൊക്കെ ഇല്ലേ, ബോളിവുഡ് ആക്ടർ, അവരൊക്കെ പറയുന്നു അവരൊന്നും പ്രോട്ടീൻ പൗഡർ ഒരിക്കലും യൂസ് ചെയ്യില്ല. കാരണം അത് ഡൈജസ്റ്റ് ആവണമെങ്കിൽ 7 years വരെ എടുക്കാം, ഒരു സ്കൂപ്പ് ഡൈജസ്റ്റ് ആവണമെങ്കിൽ 7 years എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. സോ എന്താണ് ഇതിനകത്തൊരു യാഥാർത്ഥ്യം? നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി സംടൈംസ് നമുക്ക് ചിലപ്പോൾ ഓവർ പ്രോട്ടീൻ, കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കും. എഗെയിൻ ഒരു നോർമൽ ലൈഫിലേക്ക് നമുക്ക് പോകണമെങ്കിൽ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ പ്രോട്ടീൻ പൗഡർ ആവശ്യമുള്ളൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഈ പ്രോട്ടീനിനെ. നമ്മളുടെ ഡയറ്റിൽ ഹൈ പ്രോട്ടീൻ ഡയറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ലോ കാലോറി ഡയറ്റ്, ഹൈ കാലോറി ഡയറ്റ്, ലോ പ്രോട്ടീൻ ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ഗ്ലൂട്ടൺ ഇല്ലാത്ത ഡയറ്റ്. സോ എവറിത്തിങ് വി ക്യാൻ ഡു ഇൻ ഡയറ്റ്. നേരെ മറിച്ച് നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മസിൽ മാസ് ബിൽഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്നുള്ള സാഹചര്യങ്ങളിലാണ് എപ്പോഴും നമ്മൾ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നത്. ജിം എന്തൂസിയാസ്റ്റിക് അല്ലെങ്കിൽ എന്നുള്ളതാണ് വാക്കിന് നല്ലത്. ഹെൽത്ത് എന്തൂസിയാസ്റ്റിക് ഒന്നല്ല അവർ. അവരുടെ ബോഡി ബിൽഡിങ്ങിലേക്ക് എന്തൂസിയാസ്റ്റിക് ആകുമ്പോൾ അവരുടെ ബോഡി ബിൽഡ് ചെയ്ത് വരണമെങ്കിൽ സം ടൈം ദേ നീഡ് സപ്പോർട്ട് ലൈക്ക് ദാറ്റ്. അത് അവരുടെ വർക്കൗട്ടിനനുസരിച്ച് അത് ഇതായി പോകുന്നതാണ്. ഒരു പരിധിക്കപ്പുറമുള്ള യൂസ് ഒന്നിലും നല്ലതല്ല. അത് പിന്നീട് അവരുടെ ലൈഫ് സ്റ്റൈൽ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനും കാരണമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും ഈ ജിം, അതായത് ബോഡി ബിൽഡിംഗ് അല്ലാണ്ട് നോർമൽ ജിമ്മിൽ പോയിട്ട് ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ജനറലി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവരുടെ ഡെയിലി ഫുഡിൻ്റെ കൂടെ പ്രോട്ടീൻ ആഡ് ചെയ്യുന്നുണ്ട്. പല കമ്പനീസിൻ്റെ ഒക്കെ ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഒരുപാട് പ്രൊമോഷൻസ് കാണുമ്പോൾ അത് നമുക്ക് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഡു യു ആക്ച്വലി തിങ്ക് ദാറ്റ്സ് ഓക്കെ? അത് ലൈഫ് ലോങ് അതിങ്ങനെ അവരെത്ര ക്വാണ്ടിറ്റി അവരുടെ ലൈഫിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ ബോഡിയുടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അവർക്ക് കുറച്ച് പ്രോട്ടീൻ പൗഡർ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മളും ചില കണ്ടീഷനിൽ പ്രോട്ടീൻ പൗഡർ കഴിക്കാൻ പറയാറുണ്ട്. പക്ഷേ അത് അവരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചാണ്. അവരുടെ ബോഡിക്ക് അത് നീഡഡ് ആണ് എന്നുണ്ടെങ്കിൽ, അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ പൗഡർ പറയാറുണ്ട്. അതല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ ഷേക്ക് നമ്മൾ ഒരു നേരത്തെ മീലാക്കി ചിലപ്പോൾ കൊടുക്കാറുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ കണ്ടീഷനാണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ടൈലർ മെയ്ഡാണ്. ഇപ്പോൾ നമുക്കൊരിക്കലും ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ പാടില്ല. അത് ഏത് സെലിബ്രേറ്റ് ചെയ്താലും തെറ്റാണ്. കാരണം അത് ഓരോരുത്തരുടെ ബോഡി കണ്ടീഷനും അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും അവരുടെ ഫുൾ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ തീരുമാനിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ശരീരത്തിന് മോശമാണ് എന്ന് പറയുന്നതും ശരിയില്ല. എല്ലാവരും അത് കഴിക്കേണ്ടതാണ്. ജിമ്മിൽ പോകുന്ന എല്ലാവരും പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ടേ മുന്നോട്ട് പോകാവുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ജിമ്മിൽ പോകുന്ന, വളരെ നല്ല മസിൽ മാസുള്ള, ഇന്ന് വരെ പ്രോട്ടീൻ പൗഡർ എടുക്കാത്ത, അവരുടെ ഡയറ്റിനകത്ത് നല്ല പ്രോട്ടീൻ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, പേഷ്യൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ അത് പറ്റും. നേരെ മറിച്ച് നമുക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ വി ഷുഡ് ഗോ ത്രൂ ദാറ്റ്. അതേപോലെ പ്രോട്ടീൻ പൗഡർ പോലെ തന്നെ വേറൊരു ട്രെൻഡിങ് സംഭവമാണ് മൾട്ടി വൈറ്റമിൻസ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദാറ്റ്? വൈറ്റമിൻ ഡി. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വൈറ്റമിൻ ഡി നമ്മുടെ നാട്ടിലത്തെ 80% ആൾക്കാർക്ക് ഡെഫിഷ്യൻസിയാണ്. 80%. സോ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എടുക്കേണ്ടത് പലർക്കും അത്യാവശ്യമാണ്. ഈ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഏതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അത് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അത് എല്ലാവരും ആ എടുക്കുന്ന സെലിബ്രിറ്റികൾക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവരത് എടുക്കണം, മനസ്സിലായില്ലേ? പക്ഷേ അത് കണ്ടിട്ട് എല്ലാവരും അതേ വൈറ്റമിൻ എടുത്ത് കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഗ്ലൂട്ടാത്തയോൺ എന്തിനാണ്? സ്കിൻ വൈറ്റനിങ്. ഗ്ലൂട്ടാത്തയോൺ ഏറ്റവും നല്ല ലിവർ ക്ലീൻ ചെയ്യാനുള്ള സാധനമാണ്. ഓക്കെ. പക്ഷെ നമുക്കറിയാവുന്നത് അതൊരു സ്കിൻ വെളുക്കാൻ വേണ്ടി. ഇന്നലെ ഞാനൊരു വലിയ സെലിബ്രിറ്റിയെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഗ്ലൂട്ടാത്തയോൺ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മൾ ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്, അതെനിക്ക് ആവശ്യമുണ്ട്. എന്തിനാ? അടുത്ത സിനിമയിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഇതാ. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഗ്ലൂട്ടാത്തയോൺ കഴിക്കേണ്ട ആവശ്യമുണ്ട്, അദ്ദേഹത്തിന് ഗ്രേഡ് 2 ഫാറ്റി ലിവറാണ്.
അതുകൊണ്ട് ഞാൻ പുള്ളിക്ക് ഗ്ലൂട്ടാത്തൈൻ കൊടുക്കാം. അത് ഗ്ലൂട്ടാത്തൈൻ എന്ന് പറഞ്ഞാൽ വെളുക്കാനുള്ള മന്ത്രോ സാധനമൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ ലിവർ ക്ലീൻ ആവാനുള്ള സാധനമാണ്. ലിവർ ക്ലീൻ ആകുമ്പോൾ നിങ്ങളുടെ മുഖം വെളുക്കുന്നതാണ്, അല്ലാതെ മുഖം വെളുക്കുമ്പോൾ ലിവർ വെളുക്കുന്നതല്ല. അതുപോലെയാണ് ഇവിടുത്തെ സപ്ലിമെൻറ്റ്സ് എല്ലാം. അപ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണോ? വിറ്റാമിൻ B12 ആവശ്യമാണോ? അയൺ ആവശ്യമാണോ? അത് ഏതാണോ നമ്മളുടെ ശരീരത്തിന് ആവശ്യം നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അത് ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം പലതിൻ്റെയും നമുക്ക് ഡയറ്റിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഡയറ്റിൽ അതിൻ്റെ ഉൾക്കൊള്ളിച്ച് നമുക്കതിൻ്റെ ഗ്രേഡ് കൂട്ടിക്കൊണ്ടുവരാൻ ലിമിറ്റേഷൻസ് ഉള്ളപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളും പറയുന്നതാണ് വൈറ്റമിൻസ് എടുക്കാൻ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ. പക്ഷേ അതൊരു കോമൺ സ്റ്റേറ്റ്മെൻ്റ് അല്ല. വൈറ്റമിൻ D 50 ഉള്ളവന് വീണ്ടും വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് എടുത്താൽ അതിനൊരു ടോക്സിഫിക്കേഷൻ ആവും. നേരെ മറിച്ച് വൈറ്റമിൻ D 7 ഉള്ളത് 8 ഉള്ളത് 15 ഉള്ളവർക്ക് അത് ടാബ്ലറ്റ് എടുത്തേ മതിയാവുള്ളൂ. മനസ്സിലായോ? കാൽസ്യം അങ്ങനെയാണ്, വൈറ്റമിൻ D അങ്ങനെയാണ്, വിറ്റാമിൻ B12 അങ്ങനെയാണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ബ്ലഡ് റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അല്ലാതെ ഒരു ബ്യൂട്ടി കോൺഷ്യസിന് വേണ്ടിയോ ഒരു വീഡിയോ കണ്ടോ തീരുമാനിക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ സപ്ലിമെൻറ്റ്സ്. പക്ഷേ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ omega-3 ടാബ്ലറ്റ്സ് ഉണ്ടല്ലോ, അത് എല്ലാവരും അത് കഴിക്കൂ, നിങ്ങൾ കഴിക്കൂ എന്ന് പറയുന്നത് അതിനൊരു പ്രിസ്ക്രിപ്ഷൻ അല്ല ഡോക്ടർ? അഗെയിൻ അത് അതിൻ്റെ ആവശ്യമുണ്ട്. omega-3 ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിന് വേണോ വേണ്ടയോ എന്ന് യു ടേക്ക് അഡ്വൈസ് ഫ്രം ദ പ്രോപ്പർ ഫിസിഷ്യൻ. റൈറ്റ്. ബിക്കോസ് എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ട് ഇത് വേണ്ട ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ഒരു വീഡിയോയ്ക്കകത്ത് അവയർനെസ് കൊടുക്കാൻ പറ്റും. യു ഷുഡ് ബി അവെയർ ഓഫ് ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അവെയർനെസ് വീഡിയോയിൽ കൂടെ കിട്ടണം. പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിന് എപ്പോഴും യു ഷുഡ് ടേക്ക് അഡ്വൈസ്. നാളെ ഞാൻ പറയുന്നത് പോലും, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ പറയുന്നത് പോലും നിങ്ങൾ അടുത്തുള്ളൊരു ഡോക്ടറെ പോയി ചെക്ക് ചെയ്യേ, ഞാൻ പറയുന്നതിനകത്ത് ഇതുണ്ടോ എന്നുള്ളത്. ദെൻ യു ഡിസൈഡ്, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് സംസാരിക്കുക. ദെൻ വി വിൽ ടെൽ യു വാട്ട് ടു ഡു. അപ്പോൾ നമ്മൾ നേരിട്ട് അതായത് ഒരു വീഡിയോ കണ്ട് ഒരിക്കലും ഡിസിഷൻ എടുക്കരുത് ആരും. പക്ഷേ വീഡിയോസ് വിൽ ഹെൽപ്പ് യു ടു ഫൈൻഡ് ദ ബെസ്റ്റ് വേ ഫോർ യുവർ ഹെൽത്ത്. PCOD വരാൻ സാധ്യത കൂടുതലാണ്. 6 മന്ത്സിലൊരിക്കലൊക്കെ എനിക്ക് പീരീഡ്സ് വരാറുള്ളൂ. ഇല്ല, അത് നല്ലതല്ലേ. എനിക്ക് 6 മാസത്തിലൊരിക്കലല്ലേ വേദന വരുന്നുള്ളൂ. കോംപ്ലിക്കേഷൻ ഇൻഫെർട്ടിലിറ്റി ആയിരിക്കും. അതിന് ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ സംസാരിക്കുമ്പോൾ പല ഗേൾസിനും ഉള്ളൊരു ചിന്താഗതിയാണ്, ഇത് മാത്രമൊന്നുമല്ല, നിങ്ങളുടെ ഹോൾ ലൈഫ് തന്നെ കൊളാപ്സ് ആവും, നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.